ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ചാപ്റ്റർ 18 ആണ്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് കേട്ടോ ചാപ്റ്റർ വരുന്നത്. ഇത് നാഷണൽ ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ടും ബാൽ ഗംഗാധർ തിലകിനെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ആരാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലോകമാന്യ ബാൽ ഗംഗാധർ തിലക്. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു, ഇന്ത്യയെ ഇന്നത്തെ നിലയിലാകാൻ വേണ്ടി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തായിരുന്നു നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ലോകമാന്യ ബാൽ ഗംഗാധർ തിലകിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം എന്തൊക്കെയാണെന്ന്. ബാൽ ഗംഗാധർ തിലക് വാസ് ബോൺ ഓൺ July 23, 1856 in Ratnagiri, Maharashtra. He hailed from a Brahmin family and received an early education rooted in Indian culture and heritage. അപ്പം എന്താണ് ഫസ്റ്റ് പറയുന്നത്, അതായത് ബാൽ ഗംഗാധർ തിലക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ജനിച്ചിട്ടുള്ളത്. അതാണ് വാസ് ബോൺ ഓൺ July 23, 1856 എന്ന് പറയുന്നത്. ഹി ഹെയിൽഡ് ഫ്രം എ ബ്രാഹ്മൺ ഫാമിലി. അപ്പം എന്താണ്, ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. റിസീവ്ഡ് ആൻ ഏർലി എഡ്യൂക്കേഷൻ റൂട്ടഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. അതായത് ഇന്ത്യൻ സംസ്കാരത്തിലും പൈതൃകത്തിലും പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടെന്നാണ് ഇതിലൂടെ പറയുന്നത്. His quest for knowledge led him to pursue higher education in mathematics and law. അപ്പം എന്താണ്, അറിവിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം ഗണിതശാസ്ത്രത്തിൽ അല്ലേ. ഗണിതശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ്, ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, നിയമമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഗണിതശാസ്ത്രത്തിലും നിയമത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടാൻ, ഹയർ എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അറിവിനായിട്ടുള്ള അന്വേഷണം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. തിലക്സ് എൻട്രി ഇൻ ടു പൊളിറ്റിക്സ് വാസ് മാർക്ക്ഡ് ബൈ ഹിസ് ഡീപ് സെൻസ് ഓഫ് നാഷണൽ പ്രൈഡ് ആൻഡ് എ കോൾ ഫോർ സ്വരാജ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, തിലക് അല്ലേ. തിലക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഗംഗാധർ തിലകിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നത് അല്ലേ. അപ്പം എന്താ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം, പൊളിറ്റിക്സ്, എൻട്രി ഇൻ ടു പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവേശനം. അപ്പം എന്തിനാണ്, അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള ദേശീയ അഭിമാന ബോധത്തെയും സ്വരാജിനുള്ള ആഹ്വാനവുമായിരുന്നു ഈ ഒരു പൊളിറ്റിക്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ. He became a part of an Indian National Congress but later founded the extremist wing within the Congress, advocating for a more assertive approach towards achieving independence. അപ്പം നെക്സ്റ്റ് എന്താ പറയുന്നത്, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തീർന്നുവെങ്കിലും പിന്നെന്താണ്, ആ ഒരു കോൺഗ്രസിനുള്ളിൽ തന്നെ തീവ്രവാദ വിഭാഗം, എക്സ്ട്രീമിസ്റ്റ് അല്ലേ, ആ ഒരു വിഭാഗം സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴെന്താണ്, ആ ഒരു കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്ട്രീമിസ്റ്റ് വിങ് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. His newspaper Kesari and later Maratha became powerful platforms for spreading nationalist ideas. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ പത്രമായിട്ടുള്ള അല്ലേ, സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് കേസരി എന്ന പത്രവും പിന്നീട് മറാത്ത എന്ന പത്രവും ഈ ഒരു ദേശീയവാദ മേഖലകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ശക്തമായിട്ടുള്ള വേദികളായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഹിസ് ന്യൂസ് പേപ്പർ കേസരി ആൻഡ് മറാത്ത became powerful platform for spreading nationalist ideas അല്ലേ. എന്താണ്, ദേശീയവാദ മേഖലകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ കേസരിയും മറാത്തയും ഈ ഒരു ന്യൂസ് പേപ്പേഴ്സ് അദ്ദേഹം എന്താണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ ന്യൂസ് പേപ്പറാണ്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ. One of the most famous incidents from Bal Gangadhar Tilak life is the story of how he popularized the Ganesh Chaturthi festival as a public celebration. When Tilak was a young boy, he witnessed a group of children in his neighborhood playing outside during the Ganesh Chaturthi festival. Okay. അപ്പം ഇവിടെ എന്താ പറയുന്നത്,
വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഇൻസിഡൻറ്റ് ഫ്രം ബാലഗംഗാധർ തിലക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഗണേശ ചതുർത്ഥി ഉത്സവത്തെ ഒരു പൊതു ആഘോഷമായിട്ട് മാറ്റിയിരിക്കുന്ന ജനകീയമാക്കിയത് എന്നതാണ് ബാലഗംഗാധര തിലകിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നെന്ന് ഇവിടെ പറയുന്നുണ്ട്. വെൻ തിലക് വാസ് എ യങ് ബോയ്, എന്താണ് അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ ഹി വിറ്റ്നസ്ഡ് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഇൻ നൈബർഹുഡ് പ്ലേയിങ് ഔട്ട്സൈഡ് ഡ്യൂറിങ് ദി ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ. അപ്പോൾ എന്താണ് നൈബർഹുഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപ്പക്കത്തെ എന്നാണ് അല്ലേ, അയൽപ്പക്കത്തെ ഒരു കൂട്ടം കുട്ടികൾ പുറത്ത് കളിക്കുന്നത് അദ്ദേഹം കണ്ടു. ഏതാണ് ഈ ഒരു ഗണേശ ചതുർത്ഥി ഉത്സവത്തിൽ. These children were upset because they couldn't openly celebrate the festival due to restriction by the British colonial authorities. അപ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെ ഗണേശ ചതുർത്ഥി ഉത്സവത്തിൽ ഇത്തരത്തിൽ ഒരു കൂട്ടം കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുമ്പോൾ അവർക്ക് എന്താണ് പരസ്യമായിട്ട് ഈ ഒരു ഉത്സവം ആഘോഷിക്കാൻ കഴിയാത്തതിൽ വളരെയധികം അസ്വസ്ഥരാണ് അല്ലെ, അപ്സെറ്റ് ആയിരുന്നു അവർ. എന്തുകൊണ്ടായിരുന്നു? അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികൾ ഇത്തരത്തിൽ ഈ ഒരു ഫെസ്റ്റിവലിന് മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്താണ് നല്ല രീതിയിൽ അത് ഓപ്പൺലി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. Tilak was deeply moved by this incident and felt that the cultural and religious tradition of India were being suppressed. അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം അല്ലേ, ഈ ഒരു സംഭവം എന്താണ് തിലകിനെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്, ഡീപ്ലി ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാംസ്കാരികവും മതപരവുമായിട്ടുള്ള പാരമ്പര്യങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണെന്ന് തോന്നുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു തിലക് പറയാണ് അദ്ദേഹത്തിന് തോന്നുവാണ് ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് എന്താണ് ആഴത്തിലുള്ള അസ്വസ്ഥരാവുകയാണ് അല്ലേ ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ ഈ ഒരു സാംസ്കാരികവും മതപരവുമായിട്ടുള്ള പാരമ്പര്യങ്ങൾ ഇവിടെ ഈ ഒരു കൊളോണിയൽ അല്ലെ ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റീസ് സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. In response, he had a brilliant idea. He decided to make the Ganesh Chaturthi celebration public event. അപ്പോൾ ആണ് അദ്ദേഹത്തിന് ഒരു എന്താണ് ഈ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ഗണേശ ചതുർത്ഥി ആഘോഷം ഒരു പൊതുപരിപാടിയാക്കാനും അദ്ദേഹം തീരുമാനിക്കുകയാണ് അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. He believed that by celebrating the festival openly and bringing people together, they could assert their culture identity and build a sense of unity and pride. അപ്പോൾ എന്താണ് അദ്ദേഹം വിചാരിക്കുന്നത്, അതായത് ഉത്സവം പരസ്യമായിട്ട് ആഘോഷിക്കുന്നതിലൂടെയും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലൂടെയും അവരുടെ സാംസ്കാരിക സ്വത്വം ഉറപ്പിക്കാൻ അല്ലേ അല്ലെങ്കിൽ അവരിൽ ഒരു ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ബോധം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദ ഫെസ്റ്റിവൽ ഓപ്പൺലി ആൻഡ് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗെദർ അല്ലേ, അതായത് ഈ ഒരു ഉത്സവം പരസ്യമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ എന്താണ് ഒരുമിച്ച് ഒത്തുകൂടും അല്ലേ. ഇതിലൂടെ എന്താണ് അവരുടെ തന്നെ സ്വത്വം അല്ലേ, അവരുടെ സാംസ്കാരിക സ്വത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ദേ കുഡ് അസേർട്ട് ദെയർ കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് ബിൽഡ് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് പ്രൈഡ് അല്ലേ. അവരെല്ലാവരും ഒന്നാണ് അല്ലേ, ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും. പ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനിക്കുക, യൂണിറ്റി എന്ന് വെച്ചാൽ ഐക്യം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഒന്നാണ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കൾച്ചറ് നമുക്ക് അത്രത്തോളം അഭിമാനം തരുന്നതാണെന്നൊക്കെയുള്ള ഒരു ബോധം എല്ലാവരിലും ഉണർത്താൻ എന്താണ് ഈ ഒരു ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവല് പരസ്യമായിട്ട് ആഘോഷിക്കുന്നതിലൂടെ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഇനീഷ്യേറ്റീവ് ലെഡ് ടു ദ പബ്ലിക് സെലിബ്രേഷൻ ഓഫ് ഗണേശ് ചതുർത്ഥി, എ ട്രഡീഷൻ ദാറ്റ് കണ്ടിന്യൂസ് ടു ദിസ് ഡേ ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ, where communities come together to worship Lord Ganesha with elaborate processions, music and dance. അപ്പോൾ ഇവിടെ എന്താ നെക്സ്റ്റ് പറയുന്നത്, അപ്പം ഈ ഒരു സംരംഭം അല്ലേ അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതോടുകൂടെ തന്നെയാണ് ഗണേശ ചതുർത്ഥിയുടെ പൊതു ആഘോഷത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്നും തുടരുന്ന ഈ ഒരു പാരമ്പര്യം
എന്താണ് സംഗീതം നൃത്തം ഉപയോഗിച്ച് ഗണപതിയെ ആരാധിക്കാൻ സമൂഹങ്ങൾ ഒത്തുചേർന്ന് അല്ലെങ്കിൽ ഒരുമിച്ചായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ അനദർ നോട്ടബിൾ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഹി ടുക്ക് വാസ് ദി സെലിബ്രേഷൻ ഓഫ് ദി ശിവാജി ഫെസ്റ്റിവൽ. ഫസ്റ്റ് ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവൽ ആയിരുന്നു. ആ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റീസിൽ നിന്ന് അവരെന്താ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തെ പബ്ലിക്കലി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ് കൊണ്ട് അത് ഒരു എന്താണ് പൊതുജനങ്ങൾക്കും കൂടി പരസ്യമായിട്ട് ആഘോഷിക്കാം എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നോട്ടബിൾ ഇനീഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവാജി ഉത്സവത്തിൻ്റെ ആഘോഷമായിരുന്നു അദ്ദേഹം സ്വീകരിച്ച മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള സംരംഭം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സംരംഭം എന്നല്ല, ആ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. In 1895, Tilak organized a grand Shivaji festival in Pune to commemorate the Maratha warrior king, ഛത്രപതി ശിവാജി മഹാരാജ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1895 മറാത്ത യോദ്ധാവായിട്ടുള്ള അല്ലേ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ സ്മരണക്കായിട്ട് തിലക് പൂനെയിൽ ഒരു മഹത്തായിട്ടുള്ള ശിവാജി ഉത്സവം സംഘടിപ്പിച്ചതാണ് മറ്റൊരു നോട്ടബിൾ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ദിസ് ഫെസ്റ്റിവൽ വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റിമെമ്പറിംഗ് ദി past but also about inspiring people to take pride in their culture and history. അപ്പം ഈ ഒരു ഉത്സവത്തിലൂടെ അദ്ദേഹം എന്താണ് ഊട്ടിയുറപ്പിക്കുന്നത്? ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഭൂതകാലത്തെ അല്ലേ, നമ്മൾ മുൻപ് എന്തായിരുന്നോ അല്ലെങ്കിൽ അതിനെ ഓർക്കുക മാത്രമല്ല, അവരുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും അഭിമാനിക്കാൻ വേണ്ടി ആളുകളെ പ്രചോദിപ്പിക്കുക കൂടിയായിരുന്നു ഈ ഒരു ശിവാജിയുടെ ഒരു ഉത്സവമായിട്ട് മാറ്റുന്നത് കൊണ്ട് കേട്ടോ. The festival included processions, historical exhibitions and cultural events that brought the community together. Tilak's vision was to remind people of the valor and bravery of leaders like Shivaji and to instill a sense of patriotism and pride in their Indian identity. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്? അപ്പം ഈ ഒരു ഘോഷയാത്രകൾ, ചരിത്ര പ്രദർശനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ അല്ലേ, ഇത്തരത്തിൽ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ എക്സിബിഷന്, കൾച്ചറൽ ഇവൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള അല്ലേ, പ്രൊസഷൻസ്. അപ്പോൾ എന്താണ് ഇതൊക്കെ പറയുന്നത്? പ്രദർശനങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഘോഷയാത്രകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയൊക്കെ ഈ ഒരു ഉത്സവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ശിവാജിയെ പോലുള്ള നേതാക്കളുടെ വീര്യം അല്ലെങ്കിൽ അവരുടെ ധീരത ജനങ്ങളെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിലൊക്കെ ഇന്ത്യൻ സ്വത്വം അല്ലെങ്കിൽ നമ്മുടെ ദേശസ്നേഹം, അഭിമാനം എന്നിവ വളർത്തുക എന്നതായിരുന്നു ഈ ഒരു ഉത്സവത്തിലൂടെ തിലകിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അതാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. എന്ത്? തിലക്സ് വിഷൻ വാസ് ടു റിമൈൻഡ് പീപ്പിൾ ഓഫ് ദി വാല്യൂർ ആൻഡ് ബ്രേവറി ഓഫ് ലീഡേഴ്സ് അല്ലേ. വാല്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? വീര്യം അല്ലേ, ബ്രേവറി എന്ന് വെച്ചാൽ ധീരത. അപ്പോൾ ഇതൊക്കെ ആരെയാണ്? ഈ ഒരു ശിവാജി, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ അത്തരത്തിലുള്ള ഇന്ത്യൻ സ്വത്വം നമ്മളിലേക്ക് ഉണർത്തുക. നമ്മളുടെ മുൻപേ ഉള്ളവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം എന്താണ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നമ്മുടെ ഇന്ത്യൻ ജനതയിൽ ഉണർത്തുക എന്നതാണ് ഈ ഒരു തിലകിൻ്റെ വിഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. efforts to revive and celebrate India's rich history contributed to the cultural awakening of the time. അപ്പം അദ്ദേഹം എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ സമ്പന്നമായിട്ടുള്ള ചരിത്രത്തെ അല്ലെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ആഘോഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ആ ഒരു കാലത്തിൻ്റെ സാംസ്കാരിക ഉണർവിന് കാരണമായിട്ടുണ്ട്. അതാണ് കൾച്ചറൽ അവേക്കനിങ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികമായിട്ടുള്ള ഉണർവ് അല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് ഉണർവിന് കാരണം? അതായത് ഹിസ് എഫേർട്ട് ടു റിവൈവ് ആൻഡ് സെലിബ്രേറ്റ് അല്ലേ, ഇന്ത്യയുടെ സമ്പന്നതയെ ചരിത്രത്തെ പുനരുജ്ജീവിപ്പിക്കാനും ആഘോഷിക്കാനുള്ള പുനരുജ്ജീവിപ്പിക്കുക എന്ന് വെച്ചാൽ റിവൈവ് ആൻഡ് സെലിബ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘോഷിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണ് ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള ഉണർവിന് കാരണമായി തീർന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. Bal Gangadhar Tilak was a passionate leader who believed in direct action to achieve independence.
Bal Gangadhar Tilak was known for his powerful speeches and his ability to mobilize the masses. അപ്പോൾ എന്താണ് നെക്സ്റ്റ് വരുന്നത്? സ്വാതന്ത്ര്യം നേടാൻ നേരിട്ടുള്ള പ്രവർത്തനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ബാലഗംഗാധർ തിലക്. അതാണ് ബാലഗംഗാധർ തിലക് വാസ് പാഷനേറ്റ് ലീഡർ ഹു ബിലീവ്ഡ് ഇൻ ഡയറക്റ്റ് ആക്ഷൻ. എന്താണ് നേരിട്ട് അല്ലേ, നേരിട്ടുള്ള പ്രവർത്തനം എന്നുള്ള ഒരു ഡയറക്റ്റ് ആക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാലഗംഗാധർ തിലക് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കൂടാതെ എന്താണ്, ശക്തമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ അല്ലേ, പവർഫുൾ സ്പീച്ചസ് എന്നുകൊണ്ട് പറയുന്നത് എന്താണ്, ശക്തമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ അണിനിരത്താനുള്ള കഴിവിനും ഒരു പേര് കേട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ഒരു ബാലഗംഗാധർ തിലക് എന്ന് പറയുന്നത് കേട്ടോ. In a memorable incident during a public gathering, Tilak declared, "Swarajya is my birthright and I shall have it." This powerful statement became a rallying cry for the independence movement and inspired countless Indians to join the struggle for self-rule. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അതായത് ഒരു പൊതുയോഗത്തിനിടയിൽ നടന്നിട്ടുള്ള ഒരു അവിസ്മരണീയമായിട്ടുള്ള സംഭവത്തിൽ തിലക് ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും അല്ലേ. എന്താണ്? സ്വരാജ്യ ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറയുന്നത് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു മെമ്മറബിൾ ഇൻസിഡൻ്റ് ആയിട്ട് പറയാം. ഇതൊരു പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ് കൂടെയാണ്. എന്താണ്, ഒരു പൊതു യോഗത്തിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിലക് വേർഡ്സ് റെസോണേറ്റഡ് ഡീപ്ലി വിത്ത് പീപ്പിൾ ഫ്രം ഓൾ വോക്സ് ഓഫ് ലൈഫ്. അപ്പോൾ എന്താണ് ഈ ഒരു കോട്ട് എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു ശക്തമായിട്ടുള്ള പ്രസ്താവന കുറേ പേരല്ലേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് കുറേ പേരെ ഇതിലേക്ക് ആകർഷിക്കുകയാണ്. ഇഗ്നേറ്റിംഗ് ആൻഡ് സെൻസ് ഓഫ് നാഷണൽ പ്രൈഡ് ആൻഡ് ഡിറ്റർമിനേഷൻ ടു വർക്ക് ടുവേർഡ്സ് അച്ചീവിങ് സ്വരാജ്. സ്വരാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റൂൾ അല്ലേ, നമ്മൾ ഭരിക്കുക എന്ന രീതിയിലേക്ക് അല്ലേ, നമ്മുടെ രാജ്യത്തിന് നമ്മൾ പറയുന്ന രീതികളിലേക്ക് മറ്റൊരു ആൾക്കാർ നമ്മളെ വന്ന് ഭരിക്കേണ്ട എന്ന രീതിയിലേക്കാണ് അത് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ എണ്ണമറ്റ ഇന്ത്യക്കാരെ സ്വയം ഭരണത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ ചേരാൻ പ്രചോദിപ്പിക്കുകയും എന്താണ് ഈ ഒരു ബാലഗംഗാധർ തിലകിൻ്റെ ആശയത്തിന് അല്ലെങ്കിൽ ഈ ഒരു കോട്ടിനായിട്ടുണ്ട്. This declaration became an iconic moment in India's fight for independence and galvanized the spirit of freedom among the masses. Masses എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജനങ്ങളെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. His ability to mobilize the masses and his call for non-cooperation with the British authorities during the Swadeshi movement and the boycott of foreign goods had a profound impact on the freedom struggle. അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത്, അതായത് തിലകിൻ്റെ വാക്കുകൾ ജീവിതത്തിലെ എല്ലാ തുറമുഖങ്ങളിലും അല്ലേ, എല്ലാ ഭാഗങ്ങളിലുള്ള ആ ഒരു ആളുകളെ ആഴത്തിലാണ് എന്താണ് സ്പർശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്വരാജ് അല്ലെങ്കിൽ സ്വയംഭരണം കൈവരിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ദേശീയ ബോധം അല്ലെങ്കിൽ അതിനുള്ള നിശ്ചയദാർഢ്യം എല്ലാവരിലേക്കും ഉണർത്തുക എന്നതാണ് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നിമിഷമായിട്ടാണ് മാറുന്നത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെന്താണ് നെക്സ്റ്റ് നോക്കുന്നത്, Tilak was not only nationalist but also a reformer. He worked to promote education among the masses and emphasized the importance of cultural and linguistic identity. അപ്പോൾ എന്താണ് ഒരു തിലക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ദേശീയവാദി മാത്രമല്ല അല്ലേ, നാഷണലിസ്റ്റ് എന്ന് പറയുന്നത് ദേശീയവാദി മാത്രമല്ല, ഒരു പരിഷ്കർത്താവ് കൂടിയായിരുന്നു. റീഫോർമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഷ്കർത്താവ് എന്നാണ് കേട്ടോ. അപ്പം എന്താണ് അങ്ങനെ പറയാൻ കാരണം, ജനങ്ങൾക്കിടയിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എമംഗ് ദി മാസസ് അല്ലേ, ജനങ്ങൾക്കിടയിൽ, ജനങ്ങളെയാണ് മാസസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി, അതായത് എന്താണ് സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള സ്വത്വം എല്ലാവർക്കും പ്രാധാന്യം ചെയ്യുക എന്നതാണ് അദ്ദേഹം ഇതിലൂടെ മുൻനിർത്തിയിട്ടുണ്ടായിരുന്നത്.
His efforts in the field of education and his contribution to the development of the Ganesh Chaturthi festival as a public celebration were notable. അപ്പോൾ എന്താണ് അതുകൂടാതെ വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളോ കൂടാതെ മുൻപേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഗണേശ ചതുർത്ഥി ഉത്സവത്തിൻ്റെ വികസനത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും. അപ്പം ഒരു പൊതു ആഘോഷം എന്ന നിലയിൽ എന്താണ് ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു സംഭാവനയായിരുന്നു. തിലക്സ് അൺവേവറിംഗ് കമ്മിറ്റ്മെൻറ്റ് ടു ദി കോസ് ഓഫ് ഇൻഡിപെൻഡൻസ് ലെഡ് ടു സെവറൽ ഇംപ്രിസൺമെൻറ്റ്സ് ബൈ ദി ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റീസ്. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ പ്രതിബദ്ധത അല്ലേ ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികളുടെ അല്ലേ, അതായത് അധികാരികൾ അദ്ദേഹത്തിനെ ജയിലിലടക്കാൻ നയിച്ചിട്ടുണ്ടായിരുന്നു. He spent a significant part of his life behind bars enduring hardship. For his convictions, despite this, he remained a steadfast and inspirational figure for many. അപ്പം കൂടാതെ എന്താണ് പറയുന്നത്, ഇവിടെ ഇത്തരത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അദ്ദേഹം എവിടെയാണ് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്, ജയിലുകളിലായിരുന്നു അല്ലേ. അപ്പം ഇവിടെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നത്. ഫോർ ഹിസ് കൺവിക്ഷൻസ് ഡെസ്പൈറ്റ് ദിസ് ഹി റിമൈൻഡ് എ സ്റ്റെഡ്ഫാസ്റ്റ് ആൻഡ് ഇൻസ്പിറേഷണൽ ഫിഗർ ഫോർ മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്രയൊക്കെ ആണെങ്കിലും അദ്ദേഹം എന്താണ് നിരവധി പേർക്ക് പ്രചോദനാത്മകമായിരുന്നു അല്ലേ. അങ്ങനെയുള്ള സ്റ്റെഡ്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരതയുള്ള എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. പിന്നെ ഇൻസ്പിറേഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രചോദനാത്മകമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെയാണ്, ബാലഗംഗാധർ തിലകിനെയാണ്. അപ്പം അദ്ദേഹം ഇത്തരത്തിൽ എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ടുള്ള സ്ഥിരതയുള്ള ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമ്മുടെ ഈ ഒരു ബാലഗംഗാധർ തിലക് എന്ന് പറയുന്നത്. One significant aspect of Bal Gangadhar Tilak's prison life was his commitment to the cause of Indian independence while incarcerated at Mandalay Central Jail in Burma. അപ്പം ബർമയിലെ മണ്ടാലേ സെൻട്രൽ ജയിൽ തടവിലാക്കപ്പെട്ടപ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിബദ്ധതയായിരുന്നു ബാലഗംഗാധർ തിലകിൻ്റെ ജയിൽ ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന വശമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. Despite the challenging conditions, Tilak continued to write prolifically. He authored several works including the Arctic Home in the Vedas and the Gita Rahasya during his imprisonment. അപ്പം ഈ ഒരു വെല്ലുവിളി നിറഞ്ഞ ഇത്തരം സാഹചര്യങ്ങൾക്കിടയിലും തിലക് സമൃദ്ധമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. He authored several works എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരത്തിലുള്ള ഈ ഒരു ചലഞ്ചിങ് കണ്ടീഷനിൽ കുറേയധികം വർക്ക്സ് അതായത് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യങ്ങൾക്കിടയിലും. ഏതൊക്കെയാണ് വേദങ്ങളിൽ വരുന്ന അല്ലേ, ദ ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് ആൻഡ് ഗീതാ രഹസ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതാ രഹസ്യ അല്ലേ, നമ്മുടെ ഗീത ഉണ്ടല്ലോ അതിൽ പറയുന്ന ഗീതാ രഹസ്യ, ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഡ്യൂറിങ് ഹിസ് ഇംപ്രിസൺമെൻറ്റ് ജയിലിലായിരിക്കുമ്പോഴാണ് ഇത് എഴുതിയതെന്ന് ആലോചിക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ദീസ് ലിറ്റററി വർക്ക്സ് നോട്ട് ഓൺലി ഷോക്കേസ്ഡ് ഹിസ് ഇൻ്റലക്ച്വൽ പ്രോസസ് but also played a vital role in inspiring the Indian masses to join the struggle for freedom. His writings were smuggled out of prison and published in newspapers, amplifying the call for independence and demonstrating his unwavering dedication to the cause even from behind bars. അപ്പോൾ എന്താണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള കൃതികൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്നത് മാത്രമല്ല, കൂടാതെ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതിൽ ഇത്തരത്തിലുള്ള നോട്ടബിൾ വർക്ക്സും അതിനൊരു പങ്ക് വലിയ രീതിയിൽ വഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ ജയിലിൽ നിന്ന് കടത്തി പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. His writings were smuggled out of prison and published in newspapers, അല്ലേ, ആംപ്ലിഫൈങ് ദി കോൾ ഫോർ ഇൻഡിപെൻഡൻസ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അതായത് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ആഹ്വാനമായെന്നാണ് പറയുന്നത്. ആംപ്ലിഫൈങ് ദി കോൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ആഹ്വാനം വർദ്ധിപ്പിക്കുക അല്ലേ. ജയിലുകൾക്ക് പിന്നിൽ നിന്ന് പോലും ലക്ഷ്യത്തോട്
ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അർപ്പണ ബോധത്തെയാണ് ഇതിലൂടെ പ്രകടമാക്കാൻ പറ്റുന്നത്. ദ ഡെമോൺസ്ട്രേറ്റിംഗ് ഹസ് അൺവേവറിംഗ് ഡെഡിക്കേഷൻ ടു ദി കോസ് ഇവൻ ഫ്രം ബിഹൈൻഡ് ബാസ്. അല്ലേ, ജയിലിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അത്രയ്ക്കും അചഞ്ചലമായിട്ടുള്ള അർപ്പണ ബോധമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം അതാണ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് വരുന്നതാണ് നമ്മളിനി. Bal Gangadhar Tilak's legacy is multifaceted. He is remembered as a passionate nationalist who ignited the spirit of self-rule among the masses. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പം ബാലഗംഗാധര തിലകിൻ്റെ പാരമ്പര്യം ബഹുമുഖമാണെന്നാണ് പറയുക. മൾട്ടി ഫേസറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം ഉണ്ട് എന്നുള്ളതല്ലേ, പല മേഖലകളിലേക്കും അങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ സ്വയംഭരണത്തിൻ്റെ അല്ലേ ആ ഒരു വികാരം കൊണ്ടുവന്നത്. ഹി ഈസ് റിമെമ്പർഡ് ആസ് എ പാഷനേറ്റ് നാഷണലിസ്റ്റ് ഹു ഇഗ്നൈറ്റഡ് ദി സ്പിരിറ്റ് ഓഫ് സെൽഫ് റൂൾ. സെൽഫ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ഭരിക്കുക എന്ന രീതിയിലേക്ക് അല്ലേ, ജനങ്ങൾക്കിടയിൽ സ്വയംഭരണത്തിൻ്റെ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള അത് കത്തിജ്വലിപ്പിച്ചിട്ടുള്ള ഒരു ദേശീയവാദിയാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ്. His contribution to the Swadeshi movement, the promotion of education and the assertion of cultural identity continue to influence India's socio-political landscape. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നെക്സ്റ്റ് പറയുന്നത് അതായത് സ്വദേശി പ്രസ്ഥാനം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രോത്സാഹനം, സാംസ്കാരിക സ്വത്വത്തിൻ്റെ അവകാശബോധം എന്നിവയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എന്താണ് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ രീതിയിൽ നല്ല രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ഇന്ത്യ സോഷ്യോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്. എന്തൊക്കെയാണ് അദ്ദേഹം തരുന്നത്? സ്വദേശി മൂവ്മെൻറ്റ് അല്ലേ, പിന്നെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ എന്താണ് അസേർഷൻ ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അതായത് സ്വദേശി പ്രസ്ഥാനം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുന്നത്, സാംസ്കാരികമായിട്ടുള്ള ആ ഒരു സ്വത്വത്തിൻ്റെ അവകാശവാദം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ലാൻഡ്സ്കേപ്പ് രാഷ്ട്രീയം അല്ലെ പൊളിറ്റിക്കൽ ഇന്ത്യാസ് സോഷ്യോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിന് അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. Bal Gangadhar Tilak's life and work exemplify the power of unwavering determination and the ability of one individual to inspire a nation. Has called for Swaraj and his role in shaping India's struggle for independence make him a revered figure in India's history, a true patriot who dedicated his life to the cause of freedom. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അപ്പം ഈ ഒരു ബാലഗംഗാധർ തിലകിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും എന്താണ് ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ അല്ലേ ഒരു രാഷ്ട്രത്തെ പ്രചോദിപ്പിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വരാജിനുള്ള ആഹ്വാനം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രൂപം നൽകുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലെ ചരിത്രത്തിലെ ആദരണീയനായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ സ്വാതന്ത്ര്യത്തിനായി സ്വയം ജീവിതം സമർപ്പിച്ച ഒരു യഥാർത്ഥ ദേശസ്നേഹി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബാലഗംഗാധർ തിലക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു സെഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ചോദിക്കുന്നത് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ, അതായത് ഓരോ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാട്ട് വർ ദി നെയിംസ് ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ് സ്റ്റാർട്ടഡ് ബൈ തിലക്, അതായത് തിലക് ആരംഭിച്ച പത്രങ്ങളുടെ പേരുകൾ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതൊക്കെയായിരുന്നു അതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ബാക്കി ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഫസ്റ്റ് വരുന്നത് അത് നമ്മൾ ഈ ഒരു ഇത് വായിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു, കേസരി ആൻഡ് മറാത്ത. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാന്നുണ്ടെങ്കിൽ വിച്ച് ഫെസ്റ്റിവൽ ഡിഡ് ബാൽ ഗംഗാധർ തിലക് സ്റ്റാർട്ടഡ് ടു സെലിബ്രേറ്റ് ഇൻ പബ്ലിക്, അതായത് ബാലഗംഗാധര തിലക് പരസ്യമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ള ഉത്സവം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഗണേശ് ചതുർത്ഥിയാണ് അല്ലേ. ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ, പബ്ലിക്കലി സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഉത്സവം എന്ന് പറഞ്ഞ എന്താണ്? ഗണേശ ചതുർത്ഥി ആയിരുന്നു. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്.
ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ഡിഡ് തിലക് മീൻസ് ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് സ്വരാജ്യ ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. അപ്പം സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന പ്രസ്താവനയിലൂടെ ഈ ഒരു ബാൽ ഗംഗാധർ തിലക് ഉദ്ദേശിച്ചത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നും നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു അത് വരുന്നത്? ഹി ഡിമാൻഡഡ് എ സാലറി ഇൻക്രീസ് ഫോർ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനവ് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതായിരുന്നോ? അല്ലാതെ ഇതിനെക്കുറിച്ചിട്ടൊന്നും അവിടെ ഒരു ഇതിലേ പറയുന്നില്ല, പാരഗ്രാഫിലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റായിട്ടുള്ളത്. അത് അപ്പോൾ തന്നെ നമുക്ക് റോങ് ആണെന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്താം. ഇനി നെക്സ്റ്റ് നോക്കാം. മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഹി അസേർട്ടഡ് ഹിസ് റൈറ്റ് ടു സെലിബ്രേറ്റ് റിലീജിയസ് ഫെസ്റ്റിവൽ ഓപ്പൺലി, അതായത് എന്താണ്? മതപരമായിട്ടുള്ള ഉത്സവങ്ങൾ പരസ്യമായിട്ട് ആഘോഷിക്കാൻ എന്നുള്ള തൻ്റെ അവകാശം അദ്ദേഹം ഉറപ്പിച്ചു. ഇതാണോ അദ്ദേഹം പറയുന്നത്? അല്ല അല്ലേ. ഇതിനെക്കുറിച്ചിട്ട് മതപരമായിട്ട് ഒരു മതത്തിൻ്റെ ഭാഗത്തിലേക്ക് അദ്ദേഹം എന്താണ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടില്ല. എല്ലാവരും ഒത്തുകൂടണം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് അപ്പം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹി ഡിക്ലെയർഡ് ഹിസ് അൺവേവറിങ് ഡിറ്റർമിനേഷൻ ടു അച്ചീവ് സെൽഫ് റൂൾ ഫോർ ഇന്ത്യ. അപ്പം ഇപ്പം കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞത് തന്നെ, അത് പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് എന്തായാലും ഇതിൻ്റെ ആൻസർ എന്താണ്? സി ആണെന്നുള്ളത് ടിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം എന്താണ്? ഇതേ സെയിം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇവിടെയും നമ്മളിപ്പം വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പാരഗ്രാഫ്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഡിക്ലെയർഡ് ഹിസ് അൺവേവറിങ് ഡിറ്റർമിനേഷൻ ടു അച്ചീവ് സെൽഫ് റൂൾ ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. എന്തിനാണ് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ഇന്ത്യക്ക് സ്വയം ഭരണം നേടാനുള്ള തൻ്റെ അചഞ്ചലമായിട്ടുള്ള ദൃഢനിശ്ചയം അദ്ദേഹം പ്രഖ്യാപിച്ചു അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ഏതാ വരുന്നത്? സി ആണ് വരുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനും കൂടിയാണ് വരുന്നത്. വാട്ട് ഡിഡ് തിലക് ഡു വെൻ ഹി വാസ് ഇംപ്രിസൺഡ്? അപ്പോൾ എന്തൊക്കെയാണ് തിലക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ജയിലിലായപ്പോൾ തിലകന് എന്ത് ചെയ്തു എന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹി ഓർഗനൈസ്ഡ് എ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. അപ്പോൾ ഇതാണോ ശരിയായിട്ടുള്ള ആൻസർ ആണോ? അല്ലേ, തെറ്റായിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ഇവിടെ ജയിലിലായിരുന്നപ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുന്നതാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അത് തെറ്റാണെന്ന് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടെത്താം. നെക്സ്റ്റ് എന്താണ് വരുന്നത്? ഈ ഓതേർഡ് ലിറ്റററി വർക്ക്സ് ലൈക്ക് ദ ആർട്ടിക് ഹോം ഇൻ ദ വേദാസ്. അതെന്താണ്? ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് എന്ന് പറയുന്നത് പോലെയുള്ള സാഹിത്യകൃതികൾ അദ്ദേഹം രചിച്ചു. അപ്പം ഇതെന്താണ്? ഇത് നമ്മളവിടെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്കൊന്നൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇവിടെ വെക്കാം. അതായിരുന്നോ എന്ന്. ബാക്കിയുള്ള ഓപ്ഷനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ശരിയാണെങ്കിൽ ശരി കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇത് തെറ്റാണെന്ന് പറയാമല്ലോ. നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കി വെക്കാം. എന്താണ് സി വരുന്നത്? ഹി വെന്റ് ഓൺ എ ഹങ്കർ സ്ട്രൈക്ക്. അദ്ദേഹം നിരാഹാര സമരം നടത്തി ജയിലിൽ. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നേരത്തെ നമ്മൾ? ഇല്ല അല്ലേ. അപ്പോൾ അത് തെറ്റാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ലാസ്റ്റ് നോക്കാം. ഹി ട്രാവൽ ടു ലണ്ടൻ ടു മീറ്റ് വിത്ത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കാണാൻ അദ്ദേഹം ലണ്ടനിലേക്ക് പോയി അല്ലേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇംപ്രിസൺഡ് അല്ലേ. ഇംപ്രിസൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജയിലിലായപ്പോഴാണ്. ജയിലിലായി കഴിഞ്ഞാൽ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ പോകും. അതും ബ്രിട്ടീഷ് വിരോധി കൂടെയാണ്. അപ്പം അങ്ങനെ ലണ്ടനിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? ബി തന്നെയാണ്. ഹി ഓതേർഡ് ലിറ്റററി വർക്ക്സ് ലൈക്ക് ദ ആർട്ടിക് ഹോം ഇൻ ദ വേദാസ്. അതായത് ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് തുടങ്ങിയിട്ടുള്ള ലിറ്റററി വർക്ക്സിലെ സാഹിത്യകൃതികൾ അദ്ദേഹം രചിച്ചു എന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. Where was Tilak imprisoned when he wrote his book ഗീത രഹസ്യം? അപ്പോൾ എന്താണ് വരുന്നത്? ഗീതാരഹസ്യം എന്ന പുസ്തകം എഴുതിയപ്പോൾ തിലകൻ എവിടെയാണ് തടവിലാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് കേട്ടോ. Where was Tilak imprisoned when he wrote his book ഗീതാരഹസ്യ? അപ്പം എന്താണ് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കുറച്ച് മുൻപേ പറഞ്ഞത് വെച്ച് നോക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് നോക്കാം. അൽട്രാസ് പ്രിസൺ USA, തീഹാർ ജയിൽ ഇന്ത്യ, മണ്ടാലെ സെൻട്രൽ ജയിൽ ബർമ്മ, റോബൻ ഐലൻഡ് സൗത്ത് ആഫ്രിക്ക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനെ കുറച്ച് മുൻപേ നമ്മൾ പരിചയപ്പെട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് അല്ലേ. മണ്ടാലെ സെൻട്രൽ ജയിൽ അല്ലേ. ബർമയിലുള്ള മണ്ടാലെ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹത്തെ ഇംപ്രിസൺസ് തടവിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് എഴുതിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഗീതാരഹസ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ട്, ദ അയൺ മാൻ ഓഫ് ഇന്ത്യ, അതാണ് പറയുന്നത്. അപ്പോൾ അതിന് മുൻപേ നമ്മളിപ്പം നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.